ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു സീരീസിൻ്റെ റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. അപ്പം നിങ്ങളെല്ലാവരും ചിലപ്പോൾ കേട്ട് കാണും, ചിലപ്പോൾ കണ്ട് കാണും. ഇൻ കേസ് നിങ്ങൾ കാണാത്തരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏത് സീരീസ് ആണെന്നും അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയ ഘടകങ്ങളും. ഇൻ കേസ് നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളും കൂടെ വേണമെങ്കിൽ അത് കണ്ടോ, നിങ്ങൾക്ക് തോന്നിയതൊക്കെ തന്നെയാണോ എനിക്കും തോന്നിയതൊക്കെ അറിയാമല്ലോ. സോ ഗൈസ്, അപ്പം നമ്മൾ പറയാൻ വന്ന സീരീസ് ആക്ച്വലി കാക്കി സർക്കസ് എന്ന് പറയുന്ന ഒരു സീരീസിനെ കുറിച്ചാണ്. സോ ഇത് ആക്ച്വലി C5-ലാണ് സംഭവം വന്നേക്കുന്നത്. ഒരു അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര സുഖമായിട്ടുള്ള സീരീസുകളൊന്നും അല്ല പൊതുവേ C5-നകത്ത് വരുന്നത്. സോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ C5 നമ്മളെ പേഴ്സണലി നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അവരുടെ ഭാഗത്തുനിന്ന് തന്നിരുന്ന പോലത്തെ ഒരു സീരീസ് അല്ല, ഇത് കുറച്ചധികം നല്ലൊരു സീരീസ് ആണ്. സോ സംഭവം ആക്ച്വലി ഒരു ഫാൻറ്റസി കോമഡി ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സീരീസ് ആണ്. ഒരു 7 എപ്പിസോഡാണ് ഇതിനകത്ത് വരുന്നത്. സീരീസ് റൈറ്റ് ചെയ്തേക്കുന്നത് ആകാശ് ചന്ദ്ര മോഹനും അമീൻ ബാരിഫോട് ചേർന്നാണ്. സോ കാസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മുനിഷ്കാന്ത്, സുഭാഷ് സെൽവം, രാജേഷ് മാധവൻ നമ്മുടെ മലയാളത്തിൽ നിന്ന്, പിന്നെ ഗൗതമി നായർ, അങ്ങനെ കുറച്ചധികം ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് അഭിനയിക്കുന്ന ഒരു 7 എപ്പിസോഡുള്ള ഒരു സീരീസ് ആണ് സുഹൃത്തുക്കളെ. സോ കമ്മിങ് ടു ദ സീരീസ്, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. അപ്പം ഈ സംഭവം തമിഴിലാണ് വന്നേക്കുന്നത്. സോ നിങ്ങൾ മറ്റു ഭാഷകളിലും ഉണ്ട്. ഞാൻ ആക്ച്വലി ആദ്യം മലയാളമാണ് കണ്ടത്. അപ്പം മലയാളം കണ്ട് എനിക്ക് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. സോ ഞാൻ ജസ്റ്റ് തമിഴിലേക്ക് തന്നെ സ്വിച്ച് ചെയ്തു. അപ്പം നിങ്ങൾക്ക് തമിഴ് കേട്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമിഴ് ഇഷ്ടമാണ് എന്നുള്ള ഒരു മൂഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാക്കി സർക്കസ് എന്നുള്ള സീരീസ് നിങ്ങൾ തമിഴിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ബിക്കോസ് നമുക്ക് അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ, അതായത് ഇതിൻ്റെ ഒറിജിനൽ ആ ഒരു വെർഷനെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടൊരു സുഖമുള്ളൂ. സോ ഇതിൻ്റെ ഒരു 4 എപ്പിസോഡ് വരെ ഇതിൻ്റെ ക്യാരക്ടർ ബിൽഡിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു വരുന്നൊരു മൂഡും കാര്യങ്ങളൊക്കെയാണ്. ദെൻ അത് കഴിയുമ്പോൾ തൊട്ടാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടിയിലേക്ക് കയറുന്നത്. സോ ഇതിനകത്ത് ഒരു കള്ളനും പോലീസും, അതാണ് മെയിനായിട്ട് പോകുന്ന പ്ലോട്ട്. പിന്നെ എന്താ പറയുക, ഒരു ചെറിയ മോഷണം, അതനുസരിച്ച് നടക്കുന്ന കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ജയിലുണ്ട്. നമ്മുടെ നോർമൽ ജയിലുകളിലൊക്കെ തൊട്ട് നടയടിയും കാര്യങ്ങളൊന്നും അല്ല. ഇതിനകത്ത് ജയിലിലേക്ക് കയറുന്നവർക്ക് പുസ്തകമാണ് വായിക്കാനൊക്കെ കൊടുക്കുന്നത്. സോ അതായത് തെറ്റ് ചെയ്തവരെ പുസ്തക വായനയിലൂടെ നല്ല നടപ്പ് നടത്തിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ജയിലിനകത്താണ് ആക്ച്വലി ഒരു വഞ്ചിക്കുറ്റി. നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു വഞ്ചിക്കുറ്റി. സോ ആ വഞ്ചിക്കുറ്റിക്ക് അതാണെന്നുണ്ടെങ്കിൽ ലോട്ട്സ് ഓഫ് കാശുകളും കാര്യങ്ങളും ഒക്കെ നിക്ഷേപിക്കുന്നുണ്ട്. ദെൻ ഒരു സമയം എത്തുമ്പോഴത്തേക്ക് കേരളത്തിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന് കൊണ്ടുപോകാനുള്ള കാശും കാര്യങ്ങളൊക്കെയാണ്. സോ ഒരു സമയം എത്തുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള കാശ് കംപ്ലീറ്റ് മോഷണം പോകുന്നുണ്ട്. സോ ഇത് ചുറ്റുപാട് നടക്കുന്ന കേസന്വേഷണവും കാര്യങ്ങളൊക്കെയാണ്. ആരാണ് മോഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് മോഷ്ടിച്ചത്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് കള്ളൻ എന്ന് പറയുന്നത് ആക്ച്വലി പുള്ളിക്കാരൻ സമ്പന്നനാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മോഷണമല്ല എന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി മനസ്സിലാവുന്നതാണ്. സോ ഇതുപോലുള്ള ചെറിയ മോഷണങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത്, പോലീസുകാരെ ഇവരെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 7 എപ്പിസോഡുകൾ പറഞ്ഞു പോകുന്നത്. രാജേഷ് മാധവൻ്റെ ആക്ച്വലി നൈസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്കാരൻ ആക്ച്വലി ഇങ്ങനത്തെ റോളുകളൊക്കെ നൈസായിട്ട് ചേരും. എനിക്ക് ആക്ച്വലി മരണമാസത്തിനകത്ത് രാജേഷ് മാധവൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. സോ പുള്ളിക്കാരന് അതുപോലത്തെ ചില റോളുകൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റോളുകൾ പുള്ളിക്കാരന് നൈസായിട്ട് ചേരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നൈസായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. 7 എപ്പിസോഡ് വരുന്നതാണ്. ഒരു എപ്പിസോഡ് എങ്ങനെയൊക്കെ പോയാലും ഒരു 20 to 30 മിനിറ്റ്സിനകത്തൊക്കെ നിൽക്കുന്ന ഒരു എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെയാണ്. സോ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സുഹൃത്തുക്കളെ. സോ മറക്കണ്ട, കാക്കി സർക്കസ് എന്നാണ് സീരീസിൻ്റെ നെയിം വരുന്നത്. സംഭവം C5-ൽ അവൈലബിൾ ആണ്. C5-ൽ മാത്രമല്ല, നിങ്ങൾക്കറിയാം വേറെ എവിടെ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ എന്തായാലും അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തുനിന്നൊക്കെ നിങ്ങൾ എന്തായാലും എടുത്ത് കണ്ടു നോക്കുക. സോ യെസ് ഗൈസ്, അപ്പോൾ അതാണ് കാക്കി സർക്കസ് എന്ന് പറയുന്ന സീരീസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ.